കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങളും വാഹനങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായ IRDC സ്ഥാപന ചെയർമാൻ ഉണ്ണികൃഷ്ണൻ IRTC നിധി ഇന്ത്യ എന്ന പേരിൽ തുടങ്ങിയ പുതിയ സംരംഭത്തിനെതിരെ പ്രതിഷേധം. കരിമ്പുഴ കോട്ടപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് അടപ്പിച്ചു. നേരത്തെ തട്ടിപ്പിന് ഇരയായവരാണ് പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെ ഇദ്ദേഹത്തിന് പണം നൽകി തട്ടിപ്പിനിരയായ 200-ലധികം വരുന്ന ആളുകൾ കഴിഞ്ഞ ഒരു വർഷമായി നീതിക്കായി പോരാട്ടത്തിലാണ്. സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീനുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വിപണി വിലയുടെ പകുതി മാത്രം വിലയ്ക്ക് വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണനും സംഘവും പണം തട്ടിയത്. വിശ്വാസ്യത ഉറപ്പാക്കാൻ തുടക്കത്തിൽ കുറച്ചുപേർക്ക് സ്കൂട്ടറുകൾ നൽകിയിരുന്നെങ്കിലും പിന്നീട് പണം നൽകിയ ഭൂരിഭാഗം പേർക്കും വാഗ്ദാനം ചെയ്ത സാധനങ്ങളോ നൽകിയ പണമോ തിരികെ ലഭിച്ചില്ല. പലർക്കും വ്യാജ രസീതുകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ആരോപണമുണ്ട്. NGOയുടെ പേരിൽ പിരിച്ചെടുത്ത തുക വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും ഇരകൾ പരാതിപ്പെടുന്നു. നിലവിൽ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് IRTC നിധി ഇന്ത്യ എന്ന പേരിൽ പുതിയ സംരംഭമായ ഗോൾഡ് ലോൺ സ്ഥാപനം കരിമ്പുഴ കോട്ടപ്പുറത്ത് ആരംഭിച്ചത്. ഇതറിഞ്ഞ് നേരത്തെ തട്ടിപ്പിനിരയായ ഇരകൾ ഇവിടെ എത്തുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ഥാപനം അടപ്പിച്ചു. കരിമ്പുഴയിൽ എന്ന് മാത്രമല്ല, ഇവർ എവിടെ സ്ഥാപനം തുടങ്ങിയാലും തങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. പാതിവില തട്ടിപ്പിന്റെ മറവിൽ IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണനും ഭാര്യയും മകൻ അതേമാതിരി മകള് ഇത്രയും ആളുകൾ ഈ IRDC എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുകയും സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, തുന്നൽ മിഷൻ, അങ്ങനെ ഗൃഹോപകരണങ്ങൾ പല വിധത്തിലുള്ള പാതിവിലക്ക് കൊടുക്കുക എന്നും പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവം ഇതിനു മുമ്പ് മാധ്യമങ്ങളിലും ഇവിടെ ഞങ്ങൾ പഴയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു MLA റോഡുമായിട്ട് ബന്ധപ്പെട്ട്. ആ സ്ഥാപനം പൂട്ടിക്കുകയും തുടർന്ന് അതേ സ്ഥാപനം അതേ പേര് കോട്ടപ്പുറം SBIക്ക് സമീപം പഞ്ചായത്തിന്റെ ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാതിവില തട്ടിപ്പിന് ഇരയായ ആളുകൾ ഇവിടെ ഒത്തുചേർന്ന് ഈ സ്ഥാപനം പൂട്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് എത്തി കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ലൈസൻസും കാര്യങ്ങളും ഒന്നും ഈ സ്ഥാപനത്തിനില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളൂ. ഇതിപ്പോൾ രാവിലെ ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ആളുകളാണ്. 200 എത്ര ആളുകളുണ്ടാവും? 200 ചില്ലാന ആളുകൾ ഇതിന്റെ പേരിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകൾ ബാക്കി പുറത്ത് നിൽക്കുക. 4 കോടിയോളം രൂപ ഈ ഉണ്ണികൃഷ്ണൻ ഇതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കുറച്ച് സ്കൂട്ടറുകൾ കൊടുത്തൊഴിച്ചാൽ വേറൊരു പരിപാടിയും മൂപ്പർ അതിന്റെ പേരിൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പല അക്കൗണ്ടുകളിലായിട്ടാണ് ഈ പണം പിരിച്ചിട്ടുള്ളത്. കുറെ മകന്റെ അക്കൗണ്ടിൽ പല ബാങ്കുകളിലായിട്ട് അതിൽ ഒരേ അക്കൗണ്ട് പോലീസ് കണ്ടുകെട്ടിയെന്നല്ലാതെ വേറൊരു പരിപാടിയും ചെയ്തിട്ടില്ല. കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ കീഴിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൃത്യമായ ലൈസൻസ് പോലും ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നഷ്ടപ്പെട്ട പണം എന്ന് തിരികെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോഴും ഇരകളായ സാധാരണക്കാർ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.